നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സഹ്റ മുഹമ്മദി, നിനക്ക് മരണമില്ല. അള്ളാഹുവിൻ്റെ കൈകളിലേക്ക് നീ സുരക്ഷിതയായി എത്തും. നിന്റെ ചോരയ്ക്ക് കണക്ക് വീട്ടും. പേ പിടിച്ച ജൂത പട്ടികൾക്ക് നാശം. ജൂത കുഞ്ഞുങ്ങളുടെ ചോര വീഴ്ത്തും. ഇസ്രയേലിൻ്റെ ഹൃദയം കീറി മുറിക്കും. 2023 ഒക്ടോബർ 7-നേക്കാൾ വലിയ ഭീതി ജൂതന്റെ കണ്ണിൽ പടർത്തും. US-ന്റെ നാശത്തിനും തുടക്കം. ഇറാനിൽ ഉയരുന്ന കൊലവിളി മുദ്രാവാക്യങ്ങളാണ് ഇതൊക്കെ. ഇറാനിൽ ഖമനേയിയുടെ പൊതുദർശനം നടക്കെ വെറി പിടിച്ച് ഖമനേയി അനുയായികൾ. ഇറാന്റെ തെരുവുകളിൽ വിലാപയാത്ര, കൂട്ടക്കരച്ചിൽ, ചിലർ ബോധരഹിതരായി വീഴുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാതെ പോലീസ്. ഇറാന്റെ പോരാളി, നീ ഉയർത്തെഴുന്നേൽക്കും. ഈ ജനതയുടെ കാവലാൾ തിരികെ വരും. ഖമനേയിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാനികൾ ഇങ്ങനെയൊക്കെയാണ് നിലവിളിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് അന്തിമ യാത്രയയപ്പ് നൽകുന്നതിനായി ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതു ശവസംസ്കാര ചടങ്ങുകളിൽ ഒന്നിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപിത കാലം മുതൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ, സൈനിക, മത നേതൃത്വത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയായ ഖമനേയിയുടെ വിയോഗം ഇറാനിൽ വലിയ ദേശീയ ദുഃഖത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. മതഭരണകൂടത്തിന്റെ വെറി പിടിച്ച രീതികളിൽ പൊറുതിമുട്ടിയ ഒരു കൂട്ടം ജനങ്ങളാണ് അയാൾ ചത്തൊടുങ്ങിയതിൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷവും പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഇറാനിൽ ഇപ്പോൾ രണ്ട് കൂട്ടമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒന്ന് ഖമനേയിയുടെ വിയോഗത്തിൽ കരയുന്നവരും, മറ്റൊന്ന് ഖമനേയി കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്നവരും. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇറാൻ ലോകത്തെ ഉയർത്തി കാണിക്കുന്നത് സഹ്റ മുഹമ്മദിയെയാണ്. അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയിയുടെ 1 വയസ്സുകാരി കൊച്ചുമകൾ. ഖമനേയിയുടെ പെട്ടിക്കടുത്തായി കൊച്ചുമകളുടെ മൃതദേഹം അടങ്ങിയ ചെറിയ പെട്ടിയുടെ ചിത്രം ടെഹ്റാനിൽ നടന്ന വിലാപയാത്രയ്ക്കിടെ വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചു. ലോകമാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് സഹ്റയുടെ ദൃശ്യങ്ങളാണ്. പച്ച കണ്ണുകളുള്ള ഞങ്ങളുടെ കുഞ്ഞു മാലാഖയാണവൾ. അവൾക്ക് നീതി ഉറപ്പാക്കുമെന്നാണ് ഇറാനികൾ മുദ്രാവാക്യം മുഴക്കുന്നത്. സഹ്റ അനുഭവിച്ച വേദന ജൂത കുഞ്ഞുങ്ങൾ അറിയുമെന്ന കൊലവിളികൾ പശ്ചിമേഷ്യയെ പ്രകമ്പനം കൊള്ളിക്കുന്നു. അതായത് ഇസ്രയേലിന് നേർക്ക് ഇനിയും ആക്രമണം എന്ന പ്രഖ്യാപനമാണ് IRGC നടത്തുന്നത്. ഈ ഒരു സംസ്കാര ചടങ്ങ്, അതായത് ഈ ഒരു പൊതുദർശനം നടത്തുന്നതിലൂടെ IRGC കണക്ക് കൂട്ടുന്നതും ഇറാനികളെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഖമനേയിയുടെ മകനും ഇറാന്റെ പുതിയ പരമാധികാരിയുമായ ആയത്തുള്ള മുജ്തബ ഖമനേയിയുടെ മകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹ്റ. മകളുടെയും പിതാവിൻ്റെയും സംസ്കാര ചടങ്ങിന് പോലും എത്താതെ മൊസാദിനെ ഭയന്ന് ഏതോ ഒരു ബങ്കറിൽ ഒളിച്ചു കഴിയുകയാണ് മുജ്തബ. ഫെബ്രുവരി 28-ന് നടന്ന വ്യോമാക്രമണത്തിൽ ഖമനേയിയുടെ കുടുംബം താമസിച്ചിരുന്ന ബങ്കർ തകരുകയും ഖമനേയും കൊച്ചുമകളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയുമായിരുന്നു. ആക്രമണത്തിൽ മുജ്തബ ഖമനേയി ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ അയാൾ രക്ഷപ്പെട്ടു. സംസ്കാര ചടങ്ങിന് പോലും എത്താതെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചിരിക്കുന്ന മുജ്തബ ഖമനേയിക്കെതിരെ ഇറാനിലെ ഒരു കൂട്ടം ഇപ്പോൾ അതിശക്തമായ ശാപവാക്കുകൾ ചൊരിയുന്നുണ്ട്. സഹ്റയുടെ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇറാനോട് വലിയ ചതി ഇസ്രയേലും അമേരിക്കയും കാണിച്ചു എന്നാണ് ഇറാൻ ഭരണകൂടം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ഇറാനിൽ നിന്ന് തന്നെ ഒരു കൂട്ടർ ഇറാൻ ഭരണകൂടത്തോട് ചോദിക്കുന്നു, സഹ്റ മാത്രമായിരുന്നോ കൊല്ലപ്പെട്ടത് എന്ന്. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരു സ്കൂളിലെ 100-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യം ഭരണകൂടത്തിന് നേരെ ഉയരുകയാണ്. വെറി പിടിച്ച മതഭരണകൂടത്തിന്റെ കയ്യിലിരിപ്പിന് സർവ്വതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ ജനതയ്ക്കാണെന്ന് ഇറാന്റെ മതഭരണകൂടത്തെ എതിർക്കുന്ന വലിയൊരു കൂട്ടം ചോദ്യം ഉന്നയിക്കുകയാണ്. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതത്തിനും കാരണം ഖമനേയി കുടുംബമാണെന്നും ഇറാന്റെ മതഭരണകൂടമാണെന്നും അവരുടെ ഭ്രാന്ത് പിടിച്ച തീരുമാനങ്ങളും ചെയ്തികളുമാണെന്നും ഇറാൻ ജനത ശപിച്ചുകൊണ്ട് പറയുന്നു. അതായത് പരമോന്നത നേതാവും കുടുംബവും ഒക്കെ കൊല്ലപ്പെട്ടതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടർ ഇറാനിൽ തന്നെയുണ്ട്. അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഭരണകൂടം കാരണം ഞങ്ങൾ ലോകത്തിനു മുൻപിൽ സർവ്വതും നശിച്ചുകൊണ്ടിരിക്കുന്ന, നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി മാറുന്നു എന്നാണ്. തീവ്രവാദ രാജ്യം എന്നാണ് ലോകം മുഴുവൻ ഇറാനെ വിളിക്കുന്നത്. ആ ഒരു ഗതികേടിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ മതഭരണകൂടത്തിന് നേരെ ഉയർത്തുന്നത്. ജൂലൈ 4-ന് രാവിലെ ഇറാനിലെ ഗ്രാൻഡ് മൊസല്ല സമുച്ചയത്തിൽ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
ദേശീയ പതാകയിൽ പൊതിഞ്ഞ ശവപ്പെട്ടിക്ക് മുകളിൽ ഷിയ മതപണ്ഡിതർ ധരിക്കുന്ന കറുത്ത തലപ്പാവ് സ്ഥാപിച്ച നിലയിലായിരുന്നു ഖമനേയിയുടെ ഭൗതിക അവശിഷ്ടം പൊതുദർശനത്തിന് വെച്ചത്. അദ്ദേഹത്തോടൊപ്പം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും സമീപത്ത് സൂക്ഷിച്ചിരുന്നു. ജൂലൈ 3 വൈകുന്നേരം മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഗ്രാൻഡ് മൊസല്ലയ്ക്ക് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ജൂലൈ 4 ഗേറ്റ് തുറന്നതോടെ ജനപ്രവാഹം വേദിയിലേക്ക് ഒഴുകിയെത്തി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശാലമായ മുറ്റം മുഴുവൻ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിൽ ടെഹ്റാനിൽ മാത്രം 1.5 കോടി മുതൽ 2 കോടി വരെ ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് ഇറാനിയൻ അധികൃതരുടെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള ജനങ്ങളും വിദേശത്തു നിന്നുള്ള അനുയായികളും ടെഹ്റാനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രതികാരത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ചുവന്ന പതാകകൾ ഉയർത്തിയ ജനക്കൂട്ടം അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം, പ്രതികാരം വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഖമനേയിയുടെ മരണത്തെ ദേശീയ നഷ്ടമായി വിശേഷിപ്പിച്ച പലരും വികാരാധീനരായി കരയുന്നതും ചടങ്ങിനിടെ പുറത്തു വന്നിരുന്നു. 27 വയസ്സുള്ള ഒരു അനുയായി അന്താരാഷ്ട്ര മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖ ദിനമാണിന്ന്. ഇത്തരമൊരു ദിവസം കാണേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട നേതാവിനോട് വിട പറയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ മരണത്തിന് ശേഷം മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് ഈ 27-കാരൻ പറഞ്ഞത്. സമാനമായ വികാര പ്രകടനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്ത പലരിൽ നിന്നും ഉയർന്നത്. ഇവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇറാനിലെ ചെറുപ്പക്കാരും അതുകൂടാതെ ഇറാഖിൽ നിന്നും ലബനനിൽ നിന്നും യമനിൽ നിന്നും ഒക്കെ എത്തിയ ഒരുപാട് ചെറുപ്പക്കാർ ആയത്തുള്ള അലി ഖമനേയിയുടെ അനുയായികളാണ്. ആയത്തുള്ള അലി ഖമനേയിൽ നിന്ന് തീവ്ര നിലപാടുകളാണ് പലപ്പോഴും പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ആരാധകരാണ് ഇവർ. തീവ്ര നിലപാടുകളുള്ള വലിയൊരു കൂട്ടം അനുയായികൾ ആയത്തുള്ള അലി ഖമനേയിക്കുണ്ട്. ഇവരാണ് ഇസ്രയേലിന് നേർക്ക് ആയുധമെടുക്കുന്നത്. ഇറാനിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വവും ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റ് സ്പീക്കറും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ഉൾപ്പെടെയുള്ളവർ ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഉടനീളം പങ്കെടുക്കും. ആക്രമണത്തിൽ മുൻ കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റ അഹമ്മദ് വാഹിദിയും ചടങ്ങിൽ പങ്കെടുത്ത് അന്തിമോപചാരം അർപ്പിച്ചു. രാജ്യത്തെ വിവിധ മന്ത്രിമാരും മതനേതാക്കളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നയും വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മാർഗരിറ്റയും ടെഹ്റാനിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും മതനേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമനേയിയുടെ ഭൗതിക അവശിഷ്ടം 6 ദിവസം നീളുന്ന പൊതു സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ജൂലൈ 6 വരെ രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിൽ പൊതുദർശനം തുടരും. തുടർന്ന് നഗരത്തിലൂടെ വൻ ജനാവലിയോടെ കൊണ്ടുപോകും. അതിനുശേഷം ഷിയ വിശ്വാസികളുടെ പ്രധാന മതകേന്ദ്രമായ ക്വാമിലേക്ക് ഭൗതിക അവശിഷ്ടങ്ങൾ കൊണ്ടുപോകും. പിന്നീട് അയൽ രാജ്യമായ ഇറാഖിലെ വിശുദ്ധ നഗരങ്ങളിലും പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുമുള്ള അവസരം ഒരുക്കും. അവസാനമായി ഖമനേയിയുടെ ജന്മനാടായ വടക്ക് കിഴക്കൻ ഇറാനിലെ മഷാദിൽ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അലി ഖമനേയിയുടെ മരണത്തോടെ ഇറാന്റെ രാഷ്ട്രീയ ഭാവി, പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലനം, അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് വികാരഭരിതമായ ദുഃഖ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഭവത്തിന്റെ രാഷ്ട്രീയവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ ഒരു ദേശീയ വിടപറച്ചിൽ മാത്രമല്ല, ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായും വിലയിരുത്തപ്പെടുന്നുണ്ട്. 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇറാന്റെ പരമാധികാരിയുടെ ഔദ്യോഗിക അന്ത്യ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇറാഖിലെ കർബല ഉൾപ്പെടെയുള്ള ഷിയ നഗരങ്ങളിലൂടെയാണ് വിലാപയാത്ര പോകുന്നത്. ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. അതായത്, ഈ ദുരന്തത്തിന് മുൻപ് ഞാൻ അങ്ങ് മരിച്ചിരുന്നെങ്കിൽ എനിക്കിത് കാണേണ്ടി വരുമായിരുന്നില്ല എന്നാണ്. അതായത്, ആയത്തുള്ള അലി ഖമനേയിയെ ഒരു മത നേതാവ് എന്നതിനപ്പുറത്തേക്ക് വലിയൊരു കൂട്ടം ആരാധിച്ചിരുന്നു. അലി ഖമനേയിയെ ഒരു ദൈവത്തെ പോലെ കണ്ടിരുന്ന ആൾക്കാർ വരെയുണ്ട്. അങ്ങനെ മതവെറി തലയിൽ പിടിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പറയുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ആയുധവും എടുത്ത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ തിരിഞ്ഞത്.
പശ്ചിമേഷ്യയിൽ ഒരു വലിയ ഭീകര കേന്ദ്രം തന്നെ ആയത്തുള്ള അലി ഖമനേയുടെ നേതൃത്വത്തിൽ പടുത്തുയർത്തിയിരുന്നു. ആയത്തുള്ള അലി ഖമനേയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന സംഘങ്ങളാണ് ഹിസ്ബുള്ളയും ഹൂതി വിമതരും, അതുപോലെ തന്നെ ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകളുമൊക്കെ. വലിയൊരു ഭീകര ഗ്രൂപ്പിനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആയത്തുള്ള അലി ഖമനേയി മൺമറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ആയത്തുള്ള അലി ഖമനേയിയെ നമുക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. ഒരു മത നേതാവാണെങ്കിൽ പോലും പലപ്പോഴും ആയത്തുള്ള അലി ഖമനേയിയുടെ വായിൽ നിന്ന് തീവ്രവാദം മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇസ്രയേലിന്റെ നാശം അതുമാത്രമായിരുന്നു അലി ഖമനേയിയുടെ ഒരേ ഒരു ചിന്ത. മുജ്തബ ഖമനേയും അതുതന്നെയാണ്. ഇസ്രയേൽ നശിച്ചു കാണണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നത്. ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്ന്. ആയുധം താഴെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു മുന്നോട്ട് പോക്കില്ല എന്ന്. ഞങ്ങൾ ആയുധം എപ്പോൾ താഴെ വെച്ചാലും അന്ന് ഞങ്ങളെ ഇല്ലാതാക്കാൻ ഒരു കൂട്ടം ഇരച്ചിറങ്ങുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ 4 വശത്തും ഞങ്ങളുടെ കണ്ണുകൾ ഉണ്ടാകും. ജൂതരാഷ്ട്രം സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ലോകം മുഴുവൻ ഞങ്ങളെ എതിർക്കുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്കത് വിഷയമല്ല. ഈ രാജ്യവും ഈ രാജ്യത്തെ ജനതയെയും സംരക്ഷിക്കാൻ ആയുധമെടുത്തവരാണ് സൈനികർ. അതിന് കാവൽ നിൽക്കുന്നവരാണ് മൊസാദ്. ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇസ്രയേൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അത് ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഇസ്രയേലിനെ ഒരു രാജ്യമായി ഇറാനും ഇറാനെ ഒരു രാജ്യമായി ഇസ്രയേലും അംഗീകരിക്കുന്നില്ല. പരമാധികാരം അംഗീകരിക്കാത്തവരാണ് ഈ 2 കൂട്ടരും. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങൾ ഇതിങ്ങനെ അടിച്ചു തീർന്നുകൊണ്ടേയിരിക്കും. മതഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് അടുത്ത ആൾ വന്നാലും അവരുടെയും ലക്ഷ്യം ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും. ഇസ്രയേലിന്റെ ചിന്ത ഇറാനെ തച്ച് തകർക്കണം എന്നുള്ളതായിരിക്കും. ഇതിനിടയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ഒരു കൂട്ടം ജനങ്ങൾക്കാണ്. ജനതയാണ് ഇതിൻ്റെ ദുരിതം പേറുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ ഇതിനോടകം 2 കൂട്ടരുടെയും യുദ്ധത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. സഹ്റ മുഹമ്മദി, ആ കുഞ്ഞിന് എന്തറിയാം? 1 വയസ്സുകാരിയാണ്. അവളുടെ പച്ചക്കണ്ണുകൾ ലോകത്തെ ഇന്ന് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ആ കുഞ്ഞിന് 14 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അതാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിൽ ഇസ്രയേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരു സ്കൂളിലെ നിരവധി കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. നമ്മൾ ഗാസയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എത്രയോ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ എത്രയോ ജൂത കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ലെബനനിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. എല്ലായിടത്തും ഇതിൻ്റെ ഒന്നും ഭാഗവാക്കല്ലാത്ത കുറേ പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.